കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡന കേസിലെ അതിജീവിത വീണ്ടും സമരത്തിന്. സ്ഥലം മാറ്റിയ ജീവനക്കാർക്ക് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ജോലി നൽകിയതിനെതിരെയായിരുന്നു പ്രതിഷേധം. പ്രിൻസിപ്പൽ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ അതിജീവിതയെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ വച്ചു. സമീർ, ഈ പറയുന്ന കോഴിക്കോട് ICU പീഡന കേസ് ഒരുപാട് ചർച്ച ചെയ്തൊരു വിഷയമാണ്. അതിൽ ഈ പറയുന്ന എന്താണ് ഈ പീഡിപ്പിച്ചവരെ സംരക്ഷിക്കാൻ നീക്കം നടക്കുന്നു എന്നുള്ള ആരോപണം അന്ന് തന്നെ കാര്യമായി എന്ന് പറഞ്ഞാൽ കേസിന്റെ സമയത്ത് തന്നെ വളരെ കാര്യക്ഷമമായി ഉയർന്നതാണ്. ചില ഉന്നതർ ഈ പറയുന്ന അവർക്ക് അനുകൂലമായി നടത്തിയ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ കേസിൽ സ്ഥലം മാറ്റിയ ജീവനക്കാർക്ക് വീണ്ടും കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ ജോലി നൽകി. അപ്പോൾ ആ സംരക്ഷണം അങ്ങനെ തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആ ജോലി നൽകിയതിനെതിരെയാണ് അതിജീവിതയുടെ പ്രതിഷേധം. പ്രിൻസിപ്പൽ ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയ അതിജീവിതയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. സമീർ സി മുഹമ്മദ് വിവരങ്ങൾ വെച്ചു. സമീർ, അന്ന് തന്നെ ഈ ഉപദ്രവകാരികളെ, അക്രമികളെ ചേർത്ത് പിടിക്കുന്നു, സംരക്ഷിക്കുന്ന ആരോപണം ഉണ്ടായതാണ്. ആരോപണം കൂടുതൽ ശരിവെക്കുന്നുണ്ട്. സ്ഥലം മാറിപ്പോയവർക്ക് വീണ്ടും അവരുടെ പഴയ ലാവണത്തിലേക്ക് തന്നെയുള്ള സ്ഥലം മാറ്റം. എന്താണ് അതിജീവിതയുടെ പരാതി, സമീർ? ഹാഷ്മി, അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ 5 പേർക്കെതിരെയാണ് നടപടി ഉണ്ടായിരുന്നത്. 5 പേരിൽ 3 പേരെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കും 2 പേരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കും സ്ഥലം മാറ്റിയിരുന്നു. എന്നാൽ ആ സ്ഥലം മാറ്റം അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ആ 5 പേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ എത്തിയിരിക്കുന്നത്. അവരുടെ തിരിച്ച് ഉള്ള ആ വരവിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് അതിജീവിത ഇന്ന് പ്രിൻസിപ്പലിനെ കാണാനും അതുപോലെ ആ പ്രതിഷേധം അറിയിക്കാനും വേണ്ടി എത്തിയത്. ആ വേളയിലാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. പിന്നീട് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിൽ അവർ കുത്തിയിരിപ്പ് സമരം നടത്തുകയും ചെയ്തു. അതിനൊടുവിലാണ് പിന്നീട് പോലീസ് എത്തുകയും അതിജീവിതയെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തത്. ഈ 5 ജീവനക്കാരെ തിരിച്ചെടുത്ത ആ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ട്രിബ്യൂണലിന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവ് പ്രകാരമാണ് അവരുടെ തിരിച്ചെത്തിയത് എന്നും അതുകൊണ്ടാണ് അവർക്ക് ഇവിടെ പ്രവേശനം നൽകിയത് എന്നുമാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ വിശദീകരിക്കുന്നത്. ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അതിജീവിതയുടെ തീരുമാനം. ഇന്നത്തെ ഈ പ്രതിഷേധത്തിനിടെ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ നാളെയും അതുപോലെ തന്നെ തുടർന്നുള്ള ദിവസങ്ങളിലും താൻ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന കാര്യമാണ് അതിജീവിത പറയുന്നത്. ഇപ്പോൾ തനിക്കെതിരെ ഉണ്ടായിട്ടുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വേളയിൽ തനിക്ക് ആശ്വാസം നൽകേണ്ടവരാണ് തന്നെ ഭീഷണിപ്പെടുത്തുകയും മാത്രമല്ല ഭർത്താവിൽ നിന്നുണ്ടാകുന്ന അത്തരത്തിലുള്ള അനുഭവം തന്നെയാണ് ഒരു പ്രതിയിൽ നിന്നും ഉണ്ടായത് എന്ന് അത്തരത്തിലുള്ള മോശമായിട്ടുള്ള വാക്കുകൾ പ്രയോഗിക്കുകയും ചെയ്തു. ആ ആളുകളെയാണ് ഇപ്പോൾ സർക്കാർ സംരക്ഷിക്കുന്നത്. ഇരക്കൊപ്പമുണ്ട്, സർക്കാർ ഉണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇരകൾക്കൊപ്പമല്ല, പ്രതികൾക്കൊപ്പമാണ് സർക്കാർ ഉള്ളത് എന്നുള്ള ഒരു ആരോപണം കൂടി അതിജീവിതയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ 5 പേരും തിരികെ ജോലിയിൽ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെ പ്രവേശിച്ചിരിക്കുകയാണ്. ആ വിഷയത്തിലാണ് അതിജീവിത തുടർ സമരങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് അതിജീവിത വ്യക്തമാക്കുന്നത്. ഹാഷ്മി. സമീർ സി മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അവരെ സംരക്ഷിക്കുകയാണ്, ഉപദ്രവകാരികളെ സംരക്ഷിക്കുന്നു എന്നുള്ളതാണ് അതിജീവിതയുടെ പരാതി. ആദ്യഘട്ടത്തിലൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്കും അങ്ങനെ തോന്നിയതാണ്. എന്തായാലും ഇപ്പോൾ അവരെ തിരികെ സ്ഥലം മാറ്റി അവരുടെ പഴയ സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുന്നു. അതിൽ അവർക്ക് പ്രതിഷേധമുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.